തൃശൂർ മാന്നാമംഗലം സെന്റ് മേരീസ് പള്ളി തർക്കത്തിലെ സർക്കാർ നിലപാടിലൂടെ ഇരുസഭകളുടെയും എതിർപ്പ് ക്ഷണിച്ചു വരുത്തുകയാണ് ഇടതുമുന്നണി. ഭദ്രാസനാധിപനെതിരെ വധശ്രമത്തിന് കേസെടുത്തത് ഓർത്തഡോക്സ് സഭയെ കുറച്ചൊന്നുമല്ല പ്രകോപിപ്പിച്ചിരിക്കുന്നത്. തങ്ങൾക്കെതിരായ ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട് രാഷ്ട്രീയ സമ്മർദ്ദത്തിലാണെന്നാണ് യാക്കോബായ സഭയുടെ നിലപാട്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിലെ കലവറയില്ലാത്ത പിന്തുണയിൽ തുടങ്ങി വനിതാ മതിലിലെ ബിഷപ്പുമാരുൾപ്പെടെയുള്ള പങ്കാളിത്തം വരെ ഇടതിനൊപ്പം നിന്നതാണ് ഓർത്തഡോക്സ് സഭ. കോതമംഗലത്തെ പള്ളി തർക്കത്തിൽ ഇരുവിഭാഗങ്ങളെയും അനുനയിപ്പിച്ച് പരിഹാരം കാണാനാണ് സർക്കാർ ശ്രമിച്ചത്. പക്ഷേ തൃശൂർ മാതാമംഗലത്ത് ഭദ്രാസനാധിപൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിൽ ഓർത്തഡോക്സ് വിശ്വാസികൾക്കിടയിലുണ്ടാക്കിയ രോഷം ചെറുതല്ല. ഓർത്തഡോക്സ് സഭയുടെ ഈ എതിർപ്പ് ഏറ്റുവാങ്ങുമ്പോൾ തന്നെ യാക്കോബായ സഭയുടെ അതൃപ്തിക്ക് കൂടി ഇരയാവുകയാണ് ഇടതുമുന്നണി. മാന്നാമംഗലത്തെ ഓർത്തഡോക്സ് കുടുംബങ്ങൾ 30-ൽ താഴെ മാത്രം. ഇവർക്ക് സ്വന്തമായി വേറെ ആരാധനാലയവുമുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം പ്രാവർത്തികമാക്കിയാൽ ആരാധനയ്ക്ക് തങ്ങൾ എവിടെ പോകുമെന്നാണ് യാക്കോബായ വിഭാഗത്തിന്റെ ചോദ്യം. സ്ഥായിയായ രാഷ്ട്രീയ നിലപാടുകളില്ലാത്ത യാക്കോബായ സഭയുടെ ഈ ചോദ്യത്തിനു മുന്നിൽ വിയർക്കും ഇടതുമുന്നണി. പള്ളി സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് ചുമത്തിയ കേസുകൾ ദുർബലമാക്കി ഇരുവിഭാഗത്തിന്റെയും പ്രതിഷേധം തണുപ്പിക്കാനാണ് ഇടത് ശ്രമം. മീഡിയ 1 തൃശൂർ.